എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ തിരുവാതിര വരെ പറഞ്ഞു നിർത്തിയിരുന്നു നമ്മൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് പുണർദം. അതായത് ഈ പുണർദം നക്ഷത്രക്കാർ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഇവർ സാമാന്യം താല്പര്യം കാണിക്കുന്നവരായിരിക്കും. ഈശ്വരഭക്തിയും മതനിഷ്ഠയും ഇവർക്കുണ്ടാവും. ഇടയ്ക്കിടെ അഭിപ്രായം മാറിക്കൊണ്ടിരിക്കും. പെരുമാറ്റത്തിലും ഈ പ്രത്യേകത പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇടപെടുന്നവർക്ക് പോലും ഇവരുടെ സ്വഭാവം ശരിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം കൂടാതെ ക്ഷോഭിക്കുകയും അതുപോലെ തന്നെ ശാന്തരാവുകയും ഈ ആൾക്കാർ ചെയ്യും. സത്യസന്ധതയും സദാചാരനിഷ്ഠതയും ഇവർക്ക് ഉണ്ടാവും. ഇഷ്ടമില്ലാത്ത എന്തിനേയും നിശിതമായി വിമർശിക്കുന്ന സ്വഭാവക്കാരായിരിക്കും ഇവർ പലരും. വിരോധം തോന്നുന്നവരോട് വളരെ കഠിനമായി പെരുമാറും. ഗുരുജനങ്ങളെ ആദരിക്കുന്നതിലും അനുസരിക്കുന്നതിലും പുണർന്ന നാളുകാർ മുൻപന്തിയിലായിരിക്കുമെന്നാണ്. ഏർപ്പെടുന്ന മിക്ക പ്രവർത്തനങ്ങളിലും ഇവർ വിജയിക്കും. പക്ഷേ വിഷാദാത്മകമായ ഒരു ഭാവം ഇവർക്കുണ്ടാവുകയും ചെയ്യും. ഉന്നത വിദ്യാഭ്യാസം നേടുന്നവരായിരിക്കും ഇവരിൽ അധികം പേരും. അധ്യാപകർ, ഗ്രന്ഥകാരന്മാർ, ലേഖകർ എന്നീ നിലകൾ ഇവർ വിജയിക്കും. ശാസ്ത്രങ്ങൾ കൈകാര്യം ചെയ്യാനൊക്കെയുള്ള കഴിവ് ഇവർക്കുണ്ടാവും. ഇവർ ലളിതമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരുമായിരിക്കും. ആരോഗ്യത്തെപ്പറ്റി ആകുലപ്പെടുന്ന സ്വഭാവം ഇവർക്ക് ഉണ്ടാകും. ദിനചര്യകൾ പാലിക്കാനും ഔഷധങ്ങൾ യഥാസമയത്ത് കഴിക്കാനും പഥ്യം ആചരിക്കാനുമൊക്കെ ഇവർക്ക് പ്രത്യേകം ശ്രദ്ധയുണ്ടാവും. ബാല്യകാലത്ത് മെച്ചമായ ആരോഗ്യവും കുടുംബസുഖവും ഇവർക്ക് അനുഭവപ്പെടും. 10 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള കാലം ഗുണദോഷ മിശ്രിതമായിരിക്കും ഇവർക്ക്. ഈ കാലഘട്ടത്തിൽ ഇടയ്ക്കിടെ ആരോഗ്യക്കുറവ്, മനക്ലേശം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ അനുഭവപ്പെടാൻ ഇടയുണ്ട്. 24 വയസ്സിന് ശേഷം സ്ഥിതിഗതികൾ കൂടുതൽ മെച്ചപ്പെടുകയും 30 വയസ്സിന് ശേഷമാണ് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവുക. 40 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള കാലം അത്ര മെച്ചമായിട്ട് പറയാൻ പറ്റുന്നില്ല. മനക്ലേശം, ധനനഷ്ടം, യാത്രാക്ലേശം, അപകടങ്ങൾ തുടങ്ങിയവ ഈ കാലത്ത് ബാധിക്കാൻ സാധ്യത കാണുന്നു. 50 വയസ്സിന് ശേഷം പൊതുവെ സന്തുഷ്ടമായ ജീവിതമായിരിക്കും ഇവർ നയിക്കുന്നത്. വിവാഹ ജീവിതത്തിൽ പുണർന്ന നാളുകാർക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ജീവിത പങ്കാളിയുടെ ആരോഗ്യക്കുറവ് മൂലം മനക്ലേശങ്ങൾ ഉണ്ടാകുക, അഭിപ്രായ ഭിന്നത മൂലം അകൽന്നു നിൽക്കുക തുടങ്ങിയവയ്ക്ക് സാധ്യതയുമുണ്ട്. ബന്ധുജനങ്ങളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസവും കുടുംബജീവിതത്തിൽ മനക്ലേശം ഉണ്ടാക്കാൻ ഇടയുണ്ട്. സംഭാഷണത്തിൽ കരുതലും മിതത്വവും പാലിച്ചാൽ പുണർന്നക്കാർക്ക് സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം നയിക്കാൻ കഴിയും. പുണർന്ന നാളിൽ ജനിച്ച സ്ത്രീയാണെങ്കിൽ അഹങ്കാരമില്ലാത്തവരായും പ്രസിദ്ധിയും അറിവും പുണ്യകാര്യങ്ങളിൽ താല്പര്യവും നല്ല സ്വഭാവമുള്ളവളും ധർമ്മകാര്യങ്ങളിൽ താല്പര്യമുള്ളവരായും സുന്ദരിയായും മറ്റുള്ളവരാൽ പൂജിതയായും ഒക്കെ എപ്പോഴും ഇവർ ഭവിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഭർത്താവിനോട് കൂടിയവരും ആയിരിക്കും. അടുത്തത് പൂയം നക്ഷത്രമാണ്. പൂയം നാളുകാരെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അവരുടെ മനസ്സിന് ദൃഢത കുറവായിരിക്കുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ അവർ ആശാകുലരാകുന്നു എന്നാണ്. ഓരോ തീരുമാനത്തിലും അനുകൂലവും പ്രതികൂലവുമായ ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് ഇരച്ചു കയറുകയും അവരെ ധർമ്മസങ്കടത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. പലപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങൾ പരാജയത്തിലേക്കാണ് നയിക്കുന്നതെന്നും വേണേൽ നമുക്ക് പറയാം. വലിയ ആലോചന കൂടാതെ ഓരോന്നിലും എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, കുഴപ്പങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്ന സ്വഭാവം ഇവർക്ക് പറയുന്നുണ്ട്. പക്ഷേ ഏത് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും അങ്ങേയറ്റം ആത്മാർത്ഥതയോടുകൂടി ഇവർ അധ്വാനിക്കുന്നവരുമായിരിക്കും. പരാജയങ്ങൾ ഉണ്ടായാലും ഏറ്റെടുത്ത പ്രവർത്തനത്തിൽ നിന്നും ഇവർ പിന്മാറുകയില്ല. അന്യർക്ക് ഉപദ്രവം ചെയ്യുന്നവർ വെറുക്കുകയും അവരിൽ നിന്നും അകന്നു കഴിയാൻ ശ്രമിക്കുകയും ചെയ്യും ഇവർ. നീതിനിഷ്ഠയും നിഷ്പക്ഷതയും ഇവരുടെ സ്വഭാവത്തിലെ പ്രത്യേകതയാണ്. ജനിച്ചവരുടെ
ഈ പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ ബാല്യം അത്ര മെച്ചമായിരിക്കുകയില്ല. സാമ്പത്തിക ക്ലേശങ്ങൾ ഈ കാലത്ത് അനുഭവപ്പെടാം. വേണ്ടത്ര ഇല്ലാതെ വന്നാൽ ഈ കാലത്ത് തെറ്റായ വഴികളിൽ അകപ്പെട്ടു പോയി എന്നും വരാം. സ്വന്തം പരിശ്രമം കൊണ്ടായിരിക്കും ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുക. ഇവർ ഉന്നത വിദ്യാഭ്യാസം നേടുന്നവരായിരിക്കും. അസാധാരണമായ ബുദ്ധിശക്തി പൂയം നാളുകാർക്ക് കൈമുതലായി തന്നെ പറയുന്നുണ്ട്. അവർ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും സന്ദർഭാനുസരണം അത് പ്രതികരിക്കുകയും ചെയ്യും. സ്വാർത്ഥ ചിന്ത അല്പം കൂടുതലായിരിക്കുമെന്നും പറയുന്നുണ്ട്. ഉപകാര സ്മരണ കുറയും. കാര്യസാധ്യത്തിനായി ശത്രുക്കളോട് പോലും പുറമേ സ്നേഹം ഭാവിച്ചെന്നും വരാം. വിമർശനങ്ങളും അപവാദങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട് ഇവർക്ക്. 12 വയസ്സ് വരെയുള്ള കാലം താരതമ്യേന ബുദ്ധിമുട്ടുള്ള കാലമായിരിക്കും. ഈ കാലത്ത് ആരോഗ്യക്കുറവ്, മനക്ലേശം, അപകടങ്ങൾ, മുറിവ്, ചതവുകൾ തുടങ്ങിയവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 12 വയസ്സിന് ശേഷം 26 വയസ്സ് വരെയുള്ള കാലം താരതമ്യേന മെച്ചമായിരിക്കുമെന്ന് പറയുന്നു. ഈ കാലത്ത് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ആരോഗ്യം മെച്ചമായിരിക്കും. മാതാപിതാക്കളുമായി ഈ കാലത്ത് നല്ല അനുഭവമുണ്ടാകും. കുടുംബാഭിവൃദ്ധിക്ക് വേണ്ടി അധ്വാനിക്കും. സ്വന്തമായ ജോലിയും വരുമാനവും ഈ കാലത്ത് ഇവർക്ക് വന്നു ചേരും. 26 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ള കാലം ഗുണദോഷ മിശ്രമായിട്ടാണ് കാണുന്നത്. സാമ്പത്തിക സ്ഥിതി മെച്ചമായിരിക്കുമെങ്കിലും പെട്ടെന്നുള്ള രോഗപീഠ, അപകടങ്ങൾ തുടങ്ങിയവ ഈ കാലത്ത് ഉണ്ടാകാവുന്നതാണ്. അടുത്ത ബന്ധത്തിലുള്ളവരുടെ വേർപാട് മൂലം മനക്ലേശമുണ്ടാകാനും സാധ്യതയുണ്ട്. 33 വയസ്സിന് ശേഷം 50 വയസ്സ് വരെ എല്ലാവിധത്തിലും അഭിവൃദ്ധി ഉണ്ടാകാനുള്ള യോഗം പറയുന്നുണ്ട്. ഈ കാലത്ത് ജനിച്ച് വീട്ടിൽ നിന്ന് മാറി എന്നും വരാം. പൂയ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കുമെന്ന് പറയുന്നുണ്ട്. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ അവർക്ക് ലഭിക്കും. ജീവിത പങ്കാളിയോട് അമിതമായ സ്നേഹവും വിധേയത്വവും ഇവർക്കുണ്ടാവും. സന്താനങ്ങളോട് പ്രത്യേക താല്പര്യം ഇവർ കാണിക്കും. പൂയനാളിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ പ്രസിദ്ധങ്ങളായ കൃത്യങ്ങളെ ചെയ്യുന്നവരും സൗന്ദര്യം, സൗഭാഗ്യം, സൽപുത്രന്മാർ, ബ്രാഹ്മണ ഭക്തി ഇതുകളോടുകൂടിയവരായിരിക്കും. നല്ല മാളികയിൽ അധിവസിച്ച് സുഖം അനുഭവിക്കുന്നവരായും ബന്ധുക്കളിൽ പ്രിയമുള്ളവരായും ഭവിക്കുമെന്നും ആചാര്യവചനം പറയുന്നുണ്ട്. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രത്തിൽ ജനിക്കുന്ന കർക്കശമായി പറയുകയും ദയവില്ലാതെ പെരുമാറുകയൊക്കെ ചെയ്യുന്ന കൂട്ടക്കാരാണ്. വിട്ടുവീഴ്ച മനോഭാവം കുറവായിരിക്കും ഇവർക്ക്. ഉപകാര സ്മരണയുടെ കാര്യത്തിലും ആയില്യക്കാർ അല്പം പിന്നോക്കമായിട്ടാണ് കണ്ടുവരുന്നത്. ആജ്ഞാശക്തിയും നേതൃത്വ വഹിക്കാനുള്ള കഴിവും ഇവർക്ക് ജന്മസിദ്ധമായിട്ടുണ്ട്. അധികാര സ്ഥാനങ്ങളിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുകയും അതിനായി അത്യാധ്വാനം ചെയ്യുകയും ഇവർ ചെയ്യും. ആരോടും അടുക്കാത്ത സ്വഭാവമാണ് ആയില്യക്കാരുടേത്. നിർബന്ധ ബുദ്ധി കൂടും. പിണക്കം തോന്നുന്നവരോട് വളരെ ക്രൂരമായി പെരുമാറും. അവരിൽ നിന്നും അകന്നു കഴിയാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യും. എപ്പോഴും ഗൗരവഭാവം മുഖത്തുണ്ടാവും. പക്ഷേ വളരെ അടുപ്പം തോന്നുന്നവരോടെല്ലാം തുറന്ന് പറയുന്നവരുമായിരിക്കും. ആശങ്കയും ഭയവും മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും ഇങ്ങനെയുള്ളവരെ. വളരെ ചുരുക്കം ആളുകളെ മാത്രമേ ആത്മാർത്ഥമായി ഇവർ സ്നേഹിച്ചു എന്നും വരാം. ആരെയും പൂർണ്ണമായി വിശ്വസിക്കുന്നവരല്ല ഇവർ. ധനാഭിവൃദ്ധിക്കായി അത്യധ്വാനം ചെയ്യുന്നതോടൊപ്പം ആർഭാടങ്ങൾക്ക് വേണ്ടി അമിതമായി ചെലവ് ചെയ്യുന്ന സ്വഭാവം ഇവർക്കുണ്ടാകും. നിയന്ത്രണങ്ങൾ ഇഷ്ടപ്പെടുകയില്ല ഇവർ. സ്വന്തം ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ ആരെങ്കിലും തടസ്സം നിന്നാൽ അവരിൽ നിന്നും ഒഴിഞ്ഞു മാറുകയും അവരെ വെറുക്കുകയും ചെയ്യുന്ന കൂട്ടരാണിവർ. എല്ലാം സമ്മതിച്ചു കൊടുക്കുന്നവരെ മാത്രമേ സുഹൃത്തുക്കളായിട്ട് ഇവർ സ്വീകരിക്കാറുള്ളൂ. അവരെ സഹായിക്കാൻ പോലും ഈ ആൾക്കാർ എപ്പോഴും സന്നദ്ധത കാണിക്കുകയും ചെയ്യും. ധനവും ഭാഗ്യവും ഉണ്ടാവും. പെട്ടെന്ന് ക്ഷോഭിച്ച് സാഹസ പ്രവൃത്തികൾ ചെയ്തെന്നും വരാം. ഇതുമൂലം പൊതുപ്രവർത്തനങ്ങളിൽ അത്രയൊന്നും വിജയിച്ചെന്നു വരികയില്ല. എല്ലാ പ്രവർത്തനങ്ങളിലും ചിട്ടയായി ചെയ്യണമെന്ന് നിർബന്ധമുണ്ടാവും. ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. പക്ഷേ എന്തെങ്കിലും അസ്വസ്ഥതയോ ക്ലേശമോ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. വിവാഹത്തിന് കാലതാമസം വരാനുള്ള യോഗം പറയുന്നുണ്ട്. വിവാഹത്തിന് ശേഷം ഇടയ്ക്കിടെ ജീവിത പങ്കാളിയുമായി അകന്നു കഴിയാൻ സാഹചര്യം ഉണ്ടാവും. 8 വയസ്സ് വരെ ശാന്തമായ ജീവിതമായിരിക്കും. 9 വയസ്സ് മുതൽ 16 വയസ്സ് വരെ
ഉള്ള കാലം ആരോഗ്യക്കുറവ്, മുറിവ്, ചതവുകൾ, അപകടങ്ങൾ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഇവർക്ക് വന്നു ചേരാം. 17 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഈ കാലത്ത് വിദ്യാഗുണം ഇവർക്ക് ലഭിക്കുന്നുണ്ട്. തൊഴിൽ ലാഭം, വിവാഹം, സന്താന ലാഭം തുടങ്ങിയവയെല്ലാം അനുഭവപ്പെടും. 37 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ള കാലം അധ്വാനം കൂടുതൽ അനുഭവത്തിൽ ഇവർക്ക് വന്നേക്കാം. അതിനുശേഷം സ്ഥിതിഗതികൾ കൂടുതൽ അനുകൂലമാകാനും സാധ്യത കാണുന്നുണ്ട്. 52 വയസ്സിനും 59 വയസ്സിനും ഇടയ്ക്കുള്ള കാലം മാത്രം അല്പം ബുദ്ധിമുട്ടുള്ളതായിരിക്കും. ആയില്യ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ സൗന്ദര്യമില്ലാത്തവരും എപ്പോഴും വ്യസനത്താൽ പീഡിതയും ഒരു വൃത്തിയും ചെയ്യാത്തവരും ഏറ്റവും കഠിനമായി സംസാരിക്കുന്നവളും സകല കൃത്യങ്ങളെയും ഉപേക്ഷിച്ചവരും അഹങ്കാരവും കപടതയും കൃതജ്ഞതയും ഉള്ളവരും ആയിരിക്കും. ഇതാണ് പുണർദം, പൂയം, ആയില്യത്തിൻ്റെ 3 നക്ഷത്രങ്ങളുടെ ഗുണദോഷ ഫലങ്ങൾ, സാമാന്യ ഫലങ്ങൾ. അടുത്ത് മകം, പൂരം, ഉത്രത്തിൻ്റെ 3 നക്ഷത്രങ്ങളുടെ ഫലം അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.